ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമായിട്ട് ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കാണാം. ഈ മുട്ടക്കറി നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് മുട്ട പുഴുങ്ങി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിലൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ചീനിച്ചട്ടി ആണെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിക്കില്ല, കറിവേപ്പില ഇടണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്കിതുപോലെ തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 2-3 സവാളയും എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയുടെയൊക്കെ അളവ് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് പകുതി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഞാൻ 1-ാം പാലും 2-ാം പാലും ഒരുമിച്ചെടുത്ത് പിഴിഞ്ഞെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വറ്റിച്ചെടുക്കുക. വറ്റി വരുന്ന സമയത്ത് നമുക്ക് 1 തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ചൂട് കൊണ്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടിക്കോളും, കുറേ വെന്ത് പോകണ്ട, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയായി കിട്ടും. അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ പേരൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.